ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര പണിയിലാണ്. എന്താണെന്നല്ലേ, അപ്പോൾ അതാ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്ക വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ചക്ക വെച്ച് ഒരു അലുവ ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ട്രൈ ആണ്, എങ്ങനെയുണ്ട് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. അപ്പോൾ അതാ ചക്കയും നെയ്യും മൈദപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പുറത്ത് നോക്കി നല്ല കാറ്റാണ്. ഷീറ്റൊക്കെ ഇങ്ങനെ ആടി കളിക്കണം. അപ്പുറത്തെ ഒരു വീടാണ്, അതിൻ്റെ ഷീറ്റാണ് ഈ ആടി കളിക്കണമൊക്കെ. തെങ്ങൊക്കെ നോക്കി ഇങ്ങനെ ആട്. അപ്പോൾ നമ്മൾ ഇനി ചക്ക അരച്ചെടുക്കണം. അതുപോലെ മൈദ നല്ല പാല് പോലെ കുറുക്കിയെടുത്ത് ചണ്ടിയൊക്കെ കളഞ്ഞെടുക്കണം. കയ്യിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ ആവശ്യം നമ്മുടെ കൈ തന്നെയാണ്. അപ്പോൾ കൈ നല്ല കഴുകിയിട്ട് ആ മൈദപ്പൊടി കലക്കിയതിലേക്ക് കൈയിട്ടിട്ട് ഇതാക്കുക. അതിന് കട്ട എന്തെങ്കിലും ഉടയ്ക്കുക. വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ തരിച്ചെടുക്കുക. പിന്നെ ഈ ചക്ക അരച്ചെടുത്തത് കൂടിയും മിക്സ് ചെയ്യുക. അതിൽ നമ്മൾ കൈ വേണ്ട, സ്പൂണ് മതി. പിന്നെ പഞ്ചസാരയും ഏലക്കായും ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പണി. പിന്നുള്ളതൊക്കെ അടുപ്പത്താണ്. ഇളക്കുക. കഴിയുന്നത്ര ഇളക്കുക. വീട്ടിൽ ഭർത്താക്കന്മാരുള്ളപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രം ചെയ്യാവുന്ന ഒരു പണിയാണ്. ഞാൻ ചെയ്ത് പാളിപ്പോയൊരു പണി കൂടിയാണ് കേട്ടത്. അപ്പോൾ അതാ നല്ല ഇളക്കിയേക്ക് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും നമ്മുടെ ഏലക്കായ പൊടിച്ചത് കൂടിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. ഈ ഒരു പണി കഴിയണ വരെ ഉണ്ട്. അപ്പോൾ ഇളക്കുക. ഏകദേശം ഇതാ കുറുകി വരാനായിട്ടുണ്ട്. ഇങ്ങോട്ടും പിടിവിടണ്ട. ഇളക്കുക. അപ്പോൾ ആ ടൈമിൽ വീട്ടിലെന്നോ വാങ്ങി അയച്ച് 2 ബദാം ഉണ്ടായിരുന്നു. അതെല്ലാം പൊടിച്ചെടുത്ത് ചെറുതാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറുകാണ്ട്. കുറുക. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പാത്രം ഉണ്ടാവും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതിൽ നെയ്യൊക്കെ പറന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ അതാ ഏകദേശം കുറുകിയപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാ ആ ടൈമിൽ ഞാൻ പഴയ ചക്ക ബാക്കി വന്ന ചക്ക എടുത്ത് തിന്നണേ. ചക്ക മധുരം കുറവാണ്, പക്ഷേ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കമത്തിയെടുത്തു, കട്ട് ചെയ്ത്. പക്ഷേ കട്ട് ചെയ്തപ്പോൾ ഒന്നുകൂടി ഉറയ്ക്കാനുണ്ടായിരുന്നു. ഒന്നുകൂടി ഉറച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായേനെ. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളിയാണ് ടേസ്റ്റ്. ആ ഒരു ചക്കേൻ്റെയും ഏലക്കായൻ്റെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ക്ഷമല്ലോല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിഷ് അടിപൊളിയായിരിക്കും. എനിക്ക് പിന്നെ ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്രാന്തം മൂത്തോണ്ട് ഞാൻ കാത്തിക്കാൻ നിന്നില്ല. അത് സെറ്റാവാനൊന്നുമില്ല, വേഗം എടുത്ത് തന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. താങ്ക് യു.